ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കിഡിലൻ കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ചൂട് കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രോക്കാണ് കേട്ടോ ഇത്. ബോബിൻ ഇലാസ്റ്റിക് വെച്ചു, അതുപോലെ തന്നെ നമ്മുടെ മാസ്കിന് ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ നന്നായിട്ട് ഫ്രില്ലിട്ടിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സിൽ നിന്നും അളവെടുത്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റയോൺ ക്ലോത്താണ്. നിങ്ങൾക്ക് ഏത് ക്ലോത്തിലും ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഷിഫോണിലൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോബിൻ ഇലാസ്റ്റിക് കൂടി നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായി വരുന്നുണ്ട്. നാട്ടിൽ നമുക്ക് ഒരു ബണ്ടിലായിട്ട് കിട്ടും കേട്ടോ. 20 രൂപ എങ്ങാനോ ആണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ മീറ്ററിന് 4 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ അളവിനുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് എടുക്കാം. എന്നിട്ട് നമ്മൾ മുഴുവനായിട്ടും ഇറക്കം എടുക്കില്ല. ഷോൾഡറിൽ ഒരു സ്ട്രാപ്പ് പോലെ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ നിന്നും താഴേക്ക് നമ്മൾ എത്രയാണോ കൈക്കുഴി എടുത്തത് അതൊന്ന് അളന്ന് നോക്കുക. ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ 4.5 ഇഞ്ചിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറക്കുക. അതായത് നിങ്ങൾക്ക് എത്രയാണോ ആം ഹോൾ കിട്ടുന്നത് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ എടുക്കുക. അതായത് ഞാനിവിടെ 4 ഇഞ്ച് കുറച്ചിട്ടാണ് അളവുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഷോൾഡറിൽ നിന്നും ആം ഹോൾ വരെ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴ്വശത്തേക്ക് മുഴുവൻ ഇറക്കം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ ഞാനിവിടെ മുഴുവനായിട്ട് ഇറക്കം എടുക്കുന്നില്ല, ജസ്റ്റ് താഴ്വശത്ത് ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗം കയറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ താഴ്വശം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഈ കാണുന്ന ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കത്തിൽ നിന്നും ഒരു 5 ഇഞ്ചോളം കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാനിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും ഇടക്ക് വരുന്ന, അതായത് മുകളിൽ നിന്നും നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും താഴെ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്കുള്ള ഇറക്കാണ് നമ്മൾ എടുക്കുന്നത്. താഴ്വശം ഫ്രില്ലിടാൻ മാറ്റി വെച്ചു, അതുപോലെ മുകൾ വശം സ്ട്രാപ്പ് ഇടാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് ഇറക്കം കിട്ടുന്നത് 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ചാണ് ഞാൻ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ 17 ഇഞ്ച് മാത്രം പോരാ, 1 ഇഞ്ച് കൂടി എക്സ്ട്രാ വേണം. കാരണം മുകൾ വശം നമുക്ക് ഫോൾഡ് ചെയ്യണം, അതുപോലെ താഴ്വശം ഫ്രില്ലിടുമ്പോൾ ജോയിൻറ്റ് ചെയ്യാനും ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടാം. അപ്പോൾ 18 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഇറക്കത്തിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക കേട്ടോ. ഇനി നമുക്ക് എത്രയാണ് വീതി വേണ്ടത് എന്ന് നോക്കാം. അതിന് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു കൈക്കുഴിയിൽ നിന്നും മറ്റേ കൈക്കുഴി വരെയുള്ള വീതിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റേത് മാത്രമാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പോർഷൻ്റെയും വേണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ എനിക്ക് 14 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഇരട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയത് 28 ഇഞ്ചാണ്. ഈ 28 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് ബാക്ക് ഒക്കെ, അതായത് നമ്മുടെ ഫുൾ ബോഡി റൗണ്ട് കിട്ടി നമുക്ക്. അതിൻ്റെ കൂടെ ഒരു 15 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക. കാരണം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ചുരുണ്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 10, കുറച്ചുകൂടി വലുതാണെങ്കിൽ ഒരു 15 ഇഞ്ച് വരെ, അതായത് 10 മുതൽ 15 ഇഞ്ച് വരെ എക്സ്ട്രാ എടുക്കാം. അതിൽ കുറയാൻ പാടില്ല. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല കേട്ടോ. വലിയവർക്കാണെങ്കിൽ ഒരു 20-25 ഇഞ്ചോളം എടുക്കാം. അപ്പോൾ ഞാനിതാ ക്ലോത്തിൻ്റെ വീതി ഇതുപോലെ നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്നും ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് വേണ്ടത് 43 ഇഞ്ചാണ്. കാരണം നമ്മുടെ ബോഡി റൗണ്ടിൻ്റെ അളവ് പ്ലസ് 15 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ക്ലോത്ത് അധികം ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. 43 ഇഞ്ചിൽ കുറയാൻ പാടില്ല കേട്ടോ. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ക്ലോത്തിൽ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കണം. അത് എത്രയാണ് വെച്ച് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ യോക്ക് പീസിൽ 4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നും യോക്ക് പീസിൻ്റെ എൻഡ് വരെയുള്ള ഇറക്കം
അതാണ് നമ്മൾ എടുക്കേണ്ടത്. എനിക്കിപ്പോൾ 5 ഇഞ്ചാണ് കിട്ടിയത്. ആ 5 ഇഞ്ച് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാൻ പാടില്ല. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലോത്തിൻ്റെ ഇറക്കത്തിലാണ് കേട്ടോ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. ഞാൻ മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 6 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഇറക്കി മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫിനിഷിങ് തന്നെ ഉണ്ടാവും, നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫൂട്ട് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഹെമ്മിങ് ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കിഡ്സ് ഫ്രോക്കിൻ്റെ മുകൾ വശം ഒന്ന് ഹെം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. കാരണം എല്ലാവരുടെ കയ്യിലും ഈ ഒരു മെഷീൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഞാൻ ഫൂട്ട് മാറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സെലക്ടറും അതുപോലെ തന്നെ ലെങ്ത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് 2.5 ഇഞ്ചിലാണ് വെച്ചത്. അതുപോലെ സെലക്ടർ സീലും വെച്ചിട്ടുണ്ട്, അതായത് സിഗ്സാഗ് സ്റ്റിച്ചിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫൂട്ടിലേക്ക് നമ്മുടെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓവർലോക്ക് ചെയ്ത് ഹെം ചെയ്തെടുക്കാമെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഐക്കാഡിലും ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഫൂട്ട് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫൂട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, നോർമൽ ഫൂട്ടിൽ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോബിനും കേസും എടുക്കാം. എന്നിട്ട് കേസിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു കുഞ്ഞു സ്ക്രൂ ഉണ്ട് കേട്ടോ. അതിനെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ടിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. നമുക്കിതിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ചെയ്യരുത്. ഇലാസ്റ്റിക് ബാൻഡ് പോവാൻ മാത്രമുള്ള വലിപ്പത്തിൽ മാത്രം ലൂസ് ചെയ്യുക. അതിനുശേഷം ഇലാസ്റ്റിക് ബാൻഡ് ഇതുപോലെ ബോബിനിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. നന്നായി വലിച്ച് പിടിച്ചിട്ട് വേണം ചുറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൂസാക്കിയിട്ട് ഒരിക്കലും ചുറ്റിക്കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചുറ്റുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഫിനിഷായി കിട്ടില്ല കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കേസിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബാലൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു നൂല് കേസിൽ ഇട്ട് കൊടുക്കുക, സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു കേസിലേക്ക് നമുക്ക് ഈ ബോബിൻ ഇലാസ്റ്റിക് ചുറ്റിയ ബോബിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെയാണോ നമ്മൾ സാധാരണ ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ അതൊക്കെ കൃത്യമായി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഫൂട്ടിന് കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ ക്ലോത്ത് വെച്ച് കൊടുക്കണം. ഞാനിവിടെ വേറെ മാർക്കിംഗ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ ഞാനതൊന്നും ചെയ്യുന്നില്ല. കറക്റ്റ് നമ്മുടെ ആ ഒരു ഫൂട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നോർമൽ സ്റ്റിച്ചിങ്ങിലായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. കണ്ടോ, കറക്റ്റായിട്ട് ആ ഫൂട്ടിന് നമ്മുടെ സൈഡ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതിലതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടാതെ ഏത് സ്റ്റിച്ചിങ് മെഷീനിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അളവ് കൃത്യമായിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇലാസ്റ്റിക് ബാൻഡ് വലിച്ചു കൊടുത്തിട്ട് താഴ്വശത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിയിൽ നിന്നും ഇലാസ്റ്റിക് ബാൻഡ് ഒന്ന് വലിച്ചെടുക്കണം. എന്നിട്ട് കറക്റ്റ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. കറക്റ്റ് ആ ഒരു ഫൂട്ടിൻ്റെ ഭാഗത്തായിരിക്കണം സ്റ്റിച്ച് വരേണ്ടത്. എല്ലാം ഈ ഒരു അളവിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും എപ്പോഴും കെട്ടിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ യോക്ക് പീസിൻ്റെ അളവ് മാർക്ക് ചെയ്തില്ല, അത്രയും വരെ നമ്മളിതാ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ റെഡിമെയ്ഡ് ലുക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതിൻ്റെ താഴ്വശത്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഡ്രസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അളവെടുത്ത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഡ്രസ്സിൻ്റെ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്കുള്ള ഇറക്കം 5 ഇഞ്ച്. അപ്പോൾ ഒരു 5 ഇഞ്ച് നമുക്ക് ക്ലോത്ത് എടുത്താൽ പോരാ, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. കാരണം നമുക്ക് താഴ്വശം ഫോൾഡ് ചെയ്യണം, അതുപോലെ ഫ്രില്ലിട്ടിട്ട് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ വീതിക്കാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നീളം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ എടുത്ത ക്ലോത്തില്ലേ, അതിൻ്റെ ടോട്ടൽ വീതി
ടോട്ടൽ വീതി വരുന്നത് 45 ഇഞ്ചാണ്. ഈ 45 ഇഞ്ചിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടി എടുക്കേണ്ടത്. അതിൽ കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയെടുക്കാം. 45ൻ്റെ ഇരട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 90-100 ഇഞ്ചോളം വരും എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ നീളം വരുന്നത്. നമുക്ക് ചിലപ്പോൾ ഒറ്റ പീസായിട്ട് ഇത്രയും നീളത്തിൽ ക്ലോത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എക്സ്ട്രാ എടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വെച്ചിട്ട് ഇതുപോലെ വെച്ച് സൈഡൊന്ന് ജോയിൻ്റ് ചെയ്തിട്ട് നീളം കൂട്ടിയെടുത്താലും മതി. ചിലപ്പോൾ 2-3 പീസ് കൂട്ടിയിട്ട് വേണം നമുക്ക് ഇത്രയും നീളം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മെഷീനിൽ നോർമൽ ബോബിനും നൂലും ഇടുന്ന സമയത്ത് നമ്മുടെ കേസ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. കാരണം നേരത്തെ നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു കേസിൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഴയ പോലെ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലും താഴെയും നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. 2 വശവും ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. നമ്മളിത് ഫ്രില്ല് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലും താഴെയും ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാനിതാ ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് നല്ല ലൂസായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് ഇതുപോലെ വലിച്ചു കൊടുത്താൽ നമുക്കൊരു ഫ്രിൽ എഫക്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ മെഷീനിൽ ഏറ്റവും ലെങ്ത്തായിട്ട് വരുന്ന സ്റ്റിച്ച് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ച് മൂവ് ചെയ്തിട്ട് ഫ്രില്ലിടാനുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രില്ലിൻ്റെ ആ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് താഴ്വശം മുഴുവനായിട്ടും ഇതുപോലെ ഫ്രിൽ എഫക്റ്റ് കൊണ്ടുവരിക. അതിനുശേഷം മുഴുവനായും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നല്ല വശത്ത് നമ്മുടെ ഫ്രില്ലിൻ്റെ ക്ലോത്തിൻ്റെ മോശം വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഫ്രില്ലിട്ടതിന് ശേഷം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു സൈഡ് മാത്രമേ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മളിത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെയുള്ള സ്ട്രാപ്പ് വേണം കേട്ടോ, നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് വീതിക്കാണ് ഈ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നീളം ഞാൻ ഏതാണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം മാസ്കിന് വെക്കുന്ന ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുക. അതായത് വളരെ നേരിയ ഇലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ട് നന്നായി വലിച്ച് ഈ ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 വശത്ത് നിന്നും നന്നായി വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല എന്ന് മാത്രമല്ല സൂചി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോബിൻ ഇലാസ്റ്റിക് ഇട്ടിട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്ട്രാപ്പിൻ്റെ നീളം വേണം. അപ്പോൾ അതിന് ഷോൾഡറിൽ നിന്നും ഏതാണ്ട് നമ്മൾ ആ കൈക്കുഴിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റ് വരെയുള്ള ഇറക്കം എടുക്കാം. അതൊരു സൈഡിലുള്ളത് മാത്രമാണ്. അപ്പോൾ ബാക്ക് സൈഡിലേക്കും കൂടി നമുക്ക് വേണം. ഫ്രണ്ടിൽ 4 ഇഞ്ച്, ബാക്ക് സൈഡിലും 4 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച് നമുക്കിതുപോലെ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 8 ഇഞ്ച് നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് നോർമലി നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ 9 ഇഞ്ച്. പക്ഷേ ഇവിടെ ഇലാസ്റ്റിക് ബാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 8.5 അല്ലെങ്കിൽ 8 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ നിൽക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 8.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ ബാൻഡ് കൃത്യമായി അളന്നിട്ട് 8.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എത്രയാണോ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക ആ ഒരു വീതി കറക്റ്റായിട്ട് എടുക്കാം. ഞാൻ 2 ഇഞ്ചാണ് എടുക്കുക. ആ ഒരു 2 ഇഞ്ച് ഞാനിതാ ഇതുപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 വശത്തും ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. കൃത്യമായി തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ വേണം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഫസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നേരെ താഴ്വശം ബാക്ക് പോർഷനിലും ഇലാസ്റ്റിക് ബാൻഡ് മുകളിൽ വരുന്ന വിധം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1-2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക.
അതിനുശേഷം മറ്റേ പീസും അതേപോലെ വെച്ചിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോബിൻ ഇലാസ്റ്റിക് കിഡ്സ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. മോക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അതിൻ്റെ ആ ഒരു ഫ്രില്ല് കൂടി വന്നപ്പോൾ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് എലഗൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.